ഒരു പാനിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി പോർഷൻ 2 പച്ചമുളക് പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതുപോലെയാണ് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത്. നീളത്തിൽ കനം കുറച്ച് വേണേ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, വഴുവഴുപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ തക്കാളിയും ഉള്ളിയും വാടിയതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അല്പം ഗരം മസാല, അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. മസാലകൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റണേ. അതിനുശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ പച്ചമണം മാറിയതിന് ശേഷം വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാല നല്ലതുപോലെ വെണ്ടയിൽ പിടിച്ച് നിൽക്കണം. അങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് അല്പം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കണ്ടോ, ഒരു വഴുവഴുപ്പും ഇല്ലാതെ നല്ല മസാല വെണ്ട റെഡി ആയിട്ട്